യഥാർത്ഥത്തിൽ ഇതൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഇത്തരം നിലകളിലേക്ക് ഉയർത്തുമ്പോൾ പലപ്പോഴും പല നേതാക്കൾക്കും ഇയാളുടെ വ്യക്തിത്വം അജ്ഞാതമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലായാലും വി ഡി സതീശനായാലും ഇവർക്ക് ആർക്കും ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു അജ്ഞതയുടെ ഒരു മൂടുപടം ഇയാളുടെ വ്യക്തിത്വത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വം മെനക്കെട്ടില്ല. കാരണം ഈ പറയുന്ന ഒരു സംസ്കാരം പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിച്ചു, ഈ സെലിബ്രിറ്റി സംസ്കാരം. കാരണം ഒരു രാഷ്ട്രീയ നേതാവ്, ഒരാളൊരു നേതാവ് ആകണമെങ്കിൽ അയാളൊരു സെലിബ്രിറ്റി ആകണം എന്നൊരു അലിഖിത നിയമം ഈ പാർട്ടിയിൽ ഉണ്ടായി വന്നതായിട്ട് ഈ 2021 ശേഷമുള്ള സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു സെലിബ്രിറ്റി സംസ്കാരത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ സെലിബ്രിറ്റി ആയി കഴിയുമ്പോൾ നിങ്ങൾ TV ചർച്ചകളിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, നന്നായിട്ട് പ്രസംഗിക്കുന്നു, സിനിമാ താരങ്ങളുമായി ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർ വളരെ കൃത്യമായ രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്ന് സെലിബ്രിറ്റി ആവുകയും ആ സെലിബ്രിറ്റി പദവി ഉപയോഗിച്ച് രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഷിച്ച സംസ്കാരം ഉണ്ടാവുമല്ലോ. പണ്ടൊക്കെ രാഷ്ട്രീയം എന്ന് പറയും, നമ്മൾ ഈ പേര് പറഞ്ഞ നേതാക്കൾ എല്ലാവരും തന്നെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ദശാബ്ദങ്ങൾ എടുത്താണ് ഇവരെല്ലാവരും നേതാക്കളായത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതപ്പെട്ടു എന്ന് വെച്ചാൽ ഇയാൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായെന്ന് എനിക്ക് ഇപ്പോഴും യാതൊരു ധാരണയില്ല. കാരണം ഈ സംഘടനയ്ക്കായിട്ടൊക്കെ വിദ്യാർത്ഥി കാലത്ത് വളരെയധികം ബന്ധപ്പെട്ട എനിക്ക് ഇതിനൊരു ഡ്യൂ പ്രോസസ്സിംഗ് ഉണ്ടല്ലോ. ഇയാൾ വളരെ ഇയാൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കടന്നു വന്ന് ഒരു നിമിഷം പ്രസിഡന്റായെന്ന് ഞാൻ പല നേതാക്കന്മാരോട് ചോദിച്ചിട്ടും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളോട് ചോദിച്ചിട്ടും അവർക്കൊരു കൃത്യമായി മറുപടി പറയാൻ പറ്റിയില്ല. എങ്ങനെയോ വന്ന് പെട്ടെന്ന് ഇയാൾ പ്രസിഡന്റ് ആവുകയും പെട്ടെന്ന് MLA ആവുകയും ചെയ്തു. അത് ചില ആളുകളുടെ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന വളരെ മോശം സംസ്കാരം പേറുന്ന ചില ആളുകളുടെ സ്വാധീനം മൂലമാണ് ഇയാൾ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതും പിന്നീട് MLA ആയതും. നമ്മൾ ഓർക്കണം, ഇയാളുടെ വ്യക്തിത്വം അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ എല്ലാ നേതാക്കളും ഇയാൾ ഒഴിവാക്കി. ഇയാളുടെ വ്യക്തിത്വം അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ ഈ പാർട്ടി ഇയാൾക്കെതിരെ നടക്കും എത്രയും പെട്ടെന്ന്. കാരണം എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ സാധനം തലയിന്ന് പോട്ടെ എന്ന് ചോദിച്ച് ഇയാളുടെ വ്യക്തിത്വം അനാവരണം ചെയ്യപ്പോൾ അവർ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പിന്നെ പുറത്താക്കി. കാരണം വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് അഭിലാഷമായിട്ടുള്ള പല ചർച്ചകളും പറഞ്ഞു, ഏതാണ്ട് 1.5 വർഷമായി ഇയാളെക്കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ പറഞ്ഞ അതിനകത്തൊരു എവിഡൻസ് ഒന്നും നമുക്കില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇയാളെ കുറിച്ചുള്ള കഥകൾ കേൾക്കും തോറും ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കും, ഇവരെല്ലാവരും ഷെയർ ചെയ്യുന്നത് ഒരേ മനസ്സാണ്. കാരണം ഇത്രയും സെക്ഷലി ഇങ്ങനെ ഡൈവേർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ആൾക്ക് എങ്ങനെ ഒരു ജനനേതാവാൻ കഴിയും? ജനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം ഓർക്കണം, ഒരു രാഷ്ട്രീയക്കാരൻ ജനകീയ നേതാവാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ദൈനംദിന വ്യവഹാരങ്ങളിൽ അയാളുടെ സംഭാവന ഉണ്ടാകുമ്പോഴാണ്. ജനങ്ങളുടെ ദൈനംദിന വ്യവഹാരങ്ങൾ യാതൊരു സംഭാവന ചെയ്യാത്ത ഒരുത്തൻ ഒരു സുപ്രഭാതത്തിലും MLA ആയി, ഒരു സുപ്രഭാതത്തിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷനായി, അങ്ങനെ ഒരാളെ ഇത്തരം പദവികളിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന അപഭ്രംശം, ആ ഒരു സ്ഥിതി ശരിക്കും തീർച്ചയായിട്ടും കോൺഗ്രസ് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു. ശരിയാണത്.